ലോഗോസ് ലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അനേക വർഷങ്ങളായി സുവിശേഷ പ്രസംഗങ്ങളിലൂടെയും നിരവധി ഗാനങ്ങളിലൂടെയും നമുക്ക് സുപരിചിതനായിട്ടുള്ള സ്നേഹബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചൻ ഇന്ന് നമ്മളോടൊപ്പം ദൈവവചനത്തിൻ്റെ പൊരുളുകൾ നമുക്ക് മനസ്സിലാക്കി തരുവാൻ, ലോഗോസ് ദൈവവചനത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട പൊരുളുകൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുവാനായി ഒരു ധ്യാനം കൂടുന്ന ഒരു പ്രതീതി, ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പ്രിയപ്പെട്ട പനച്ചിക്കലച്ചൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛാ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു? ദൈവം സ്നേഹമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയതും ലളിതവുമായ നിർവചനമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ത്രിത്വമായേ പറ്റും. കാരണം സ്നേഹം ബന്ധമാണ്. ഒരാൾക്ക് തന്നെ എങ്ങനെയാണ് ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അപ്പം അതുകൊണ്ട് ദൈവം ത്രിത്വമാണ് എന്നുള്ള വെളിപ്പെടുത്തൽ അങ്ങേയറ്റം സ്വീകാര്യമായ ഒരു കാര്യമാണ്. ബന്ധമെന്ന് പറയുമ്പോൾ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളും പങ്കുവയ്പ്പും എല്ലാം അതിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ ആകത്തുകയാണ്. അതുകൊണ്ട് ദൈവവും പിതാവിനുള്ളതെല്ലാം പുത്രന് കൊടുത്തിരിക്കുക, പുത്രനുള്ളതെല്ലാം പിതാവിന് കൊടുത്തിരിക്കുക. ഈ കൊടുക്കൽ പരിശുദ്ധാത്മാവിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾക്ക് തരുന്നു പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പരിണാമമാണ് കൊടുക്കുക, സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക ആളുകൾ മാത്രം കൊടുക്കുന്നതിനേക്കാൾ ഈ കൊടുക്കലിന് വ്യാപകമായ ഒരു മാനം വരും. എപ്പോഴാണ്? ദൈവത്തിൻ്റെ ഛായയെ സാദൃശ്യമുള്ള കുറേ ആളുകളുള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണാമം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ദൈവം വളരുമോ എന്ന് ചോദിച്ചാൽ ദൈവം വളരുകയല്ല, ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ പറ്റുന്ന, അതിന് കഴിവുള്ള സൃഷ്ടികളുണ്ടാകുമ്പോൾ ആ സ്നേഹത്തിന് തീർച്ചയായിട്ടും ഒരു ഇൻട്രൻസിക് എന്നതിനേക്കാൾ എക്സ്ട്രൻസിക്കായിട്ട്, എനിക്കതിന് മലയാള വാക്ക് പറയാൻ കിട്ടുന്നില്ല. പങ്കുവെക്കുമ്പോൾ വളരും എന്നുള്ളതാണോ? അതെ 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 പങ്കുവെക്കുമ്പോൾ ആ അനുഭവത്തിന് ഒരു വളർച്ച ഉണ്ടാകും. അപ്പോൾ സൃഷ്ടിക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ പരിണാമമാണ്. അപ്പോൾ സൃഷ്ടിക്കുക, അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹമായതുകൊണ്ട് ദൈവം സൃഷ്ടിക്കുന്നവനാണ്. തൻ്റെ ഛായയിലും സാദൃശ്യമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നത് വഴി ദൈവത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ അവരെ പങ്കുചേർക്കുക. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വിക കൂട്ടായ്മയിലേക്ക് തൻ്റെ സ്നേഹം സ്വീകരിക്കാനും തനിക്ക് സ്നേഹം തിരിച്ചു തരാനും കഴിയുന്ന മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുക വഴി സ്നേഹത്തിൻ്റെ ആ സ്വാഭാവികമായ ആവിഷ്കാരം നടക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മനുഷ്യർ പങ്കുപറ്റുന്നത് വഴി ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കടന്നു വരുന്നു, സ്നേഹം കടന്നു വരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ബാഹ്യമായ രീതിയിൽ വർദ്ധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് സൂര്യപ്രകാശം. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ സൂര്യൻ്റെ ആ പ്രകാശത്തിന്, ആ മഹത്വത്തിന് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ നമ്മൾ രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ, ആ സൂര്യൻ്റെ പ്രകാശം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താ? സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടിയിട്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നു. അപ്പോൾ അങ്ങനെ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രകാശിക്കുമ്പോൾ ആ പ്രകാശത്തിന് കൂടുതൽ ഒരു വളർച്ച ഉണ്ടാകുന്ന പോലെ നമുക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നവമണ്ഡലത്തിൽ ഒരു ചന്ദ്രനെ
എന്നതിനേക്കാൾ അനേകം ചന്ദ്രന്മാരുണ്ടെങ്കിലോ അത്രയും ചന്ദ്രന്മാരിലേക്ക് സൂര്യൻ്റെ പ്രകാശം തട്ടുകയും അങ്ങനെ സൂര്യൻ്റെ മഹത്വം കൂടുതലായിട്ട് നമുക്ക് വെളിപ്പെടാനത് കാരണമാകും. അപ്പോൾ ഈ പരസ്പരം ഈ ചന്ദ്രന്മാർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രകാശത്തിൻ്റെ പ്രസരണം നടക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം വരുമ്പോഴേക്കും സൂര്യനെ കാണാത്തൊരു മേഖലയിൽ ഒരുപാട് മഹത്വം സൂര്യനുള്ള പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. എന്നതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശത്തിന് കൂടുതലൊന്നും വന്നിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്നേഹം അതിൽ തന്നെ പൂർണ്ണതയാണ്. പക്ഷെ അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയായി പ്രകാശം സ്വീകരിക്കുമ്പോൾ, സ്നേഹം സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം സ്വീകരിക്കുമ്പോൾ അതിന് ആ രീതിയിലൊരു വളർച്ച അനുഭവപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്നേഹത്തിൻ്റെ സന്തോഷം വർദ്ധിക്കുന്നു, സുഖം വർദ്ധിക്കുന്നു, ഇതെല്ലാം വർദ്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമായതുകൊണ്ട്, ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. നമുക്കറിയാം, മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ ദമ്പതിമാർ സ്വഭാവേന ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞുണ്ടാകാനല്ലേ. അപ്പോൾ ആ കുഞ്ഞുണ്ടാകുന്നത് വഴി അവരുടെ സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കാരമാണത് അവിടെ വെളിപ്പെടും. അതെ, അവരുടെ ആ സ്നേഹം കുഞ്ഞിലേക്ക് അവർ പകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞ് അവരിലേക്ക് പകരുന്നു. അനേകം സഹോദരങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ വലിയൊരു അനുഭവം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു കൊച്ചു മാത്രമുള്ള ഒരു വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി. അവനവിടെ എന്ത് വീർപ്പുണ്ടല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അവൻ്റെ സ്നേഹം പങ്കുവെക്കാൻ മാതാപിതാക്കന്മാരല്ലാതെ വേറെ ആരുമില്ല. മാതാപിതാക്കന്മാരുമായിട്ട് അവൻ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം അവന് കൂടെയുള്ള സഹോദരനുമായിട്ടോ സഹോദരിയുമായിട്ടോ സഹോദരങ്ങളുമായിട്ടോ പങ്കുവെക്കാനായിട്ട് ആളില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു കസിൻ അവിടെ വന്നു വിട്ടു. എന്ത് സന്തോഷമായിരുന്നു ഒരാഴ്ചത്തേക്ക്. അപ്പോൾ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് അത് പങ്കുവെക്കുക, കൊടുക്കുക, വാങ്ങുക, ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക് മനുഷ്യർ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം, ബിനോയ്ക്ക് ഇത് കൂടുതൽ മനസ്സിലാകും, കാരണം 5 കുഞ്ഞുങ്ങളുടെ പിതാവല്ലേ. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ആ കൊടുക്കൽ, വാങ്ങൽ, ഇതെല്ലാം ഒരു കുഞ്ഞ് മാത്രം ഉണ്ടാകുന്ന അവസ്ഥയേക്കാൾ എനിക്ക് തോന്നുന്നത് 5, 6, 7 ഒക്കെ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കന്മാർ കൂടുതൽ ആനന്ദിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും. കാരണം അവർക്കെല്ലാം വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നു, അവരിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹത്തിന് കൊടുക്കുക സ്വഭാവമുണ്ട്. കൂടുതൽ കൊടുക്കാൻ, അതിന് സ്വീകരിക്കാൻ ശേഷിയുള്ള മനുഷ്യരെ അവിടുന്ന് തൻ്റെ ഛായന് സാദൃശ്യത്തിലുള്ള മനുഷ്യരെ സൃഷ്ടിച്ചത് വഴി അങ്ങനെ തൻ്റെ സന്തോഷത്തിലും സമാധാനത്തിലും സുഖത്തിലും എല്ലാം പങ്കുചേരുന്ന ഒരു കൂട്ടം തൻ്റെ സൃഷ്ടികളായ മനുഷ്യരുണ്ടാവുക. അത് വലിയൊരു നിർവൃതിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവച്ച് വളരുവാൻ വേണ്ടി എന്ന് വേണേൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവം പൂർണ്ണനാണ്. പക്ഷേ ഈ സ്നേഹം കൂടുതൽ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിവേഷം ഉണ്ടല്ലോ, ഉണ്ടാകുന്ന ഒരു മെല്ലിയുണ്ടല്ലോ, ആ വലിയ മനുഷ്യവർഗം എന്ന് പറയുന്ന ആ വലിയ കൂട്ടായ്മ. അപ്പോൾ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ദൈവം തന്നെ ഒരു കൂട്ടായ്മയല്ലേ. അപ്പോൾ ആ കൂട്ടായ്മ വികസിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പങ്കുവെപ്പിനും കൊടുക്കൽ വാങ്ങലിനും എല്ലാം ഒരു പുതിയ മാനം ഉണ്ടാകുന്നു എന്നുള്ള. അതുകൊണ്ടാണല്ലോ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പെരുകി അതിനെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ലോകത്തെ കീഴടക്കാൻ പറഞ്ഞു. അപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ദാമ്പത്യ ബന്ധത്തെയാണ് ആദ്യമേ ദൈവം ആശീർവദിച്ച് നൽകിയത്. ആദ്യ ബന്ധം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധമാണ്. ആ ദാമ്പത്യ ബന്ധത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു വരികാൻ പറഞ്ഞപ്പോൾ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനനത്തെ തടയരുത് എന്നൊരു സന്ദേശം അതിനകത്തുണ്ട്. ദൈവമാണ് പരിപാലിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ ജനസംഖ്യ എടുത്തു നോക്കിയാൽ പകുതി പുരുഷന്മാരും പകുതി സ്ത്രീകളുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജനനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പോപ്പുലേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരാൻ പോകുന്നു എന്നൊക്കെ പറയല്ലേ, അതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ എല്ലാം സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം നടക്കുന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ സൃഷ്ടിയിൽ പങ്കുചേരാനായിട്ട് സ്നേഹം എന്ന വലിയ ഉപാധിയുമായിട്ട്, അല്ലെങ്കിൽ വലിയൊരു കഴിവുമായിട്ട് ദമ്പതിമാരെ ദൈവം ആശീർവദിച്ചു വിടുമ്പോൾ
തീർച്ചയായിട്ടും ആ ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം നടക്കണം, കുഞ്ഞുങ്ങളുണ്ടാകണം. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പരിപാലന തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തൻ്റെ സ്നേഹം സ്വീകരിച്ച് പങ്കുവെച്ച് വളരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാകുക, തീർച്ചയായിട്ടും അതിലൂടെ ദൈവം മഹത്വപ്പെടുക. ദൈവം മഹത്വപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനും മഹത്വപ്പെടുക എന്നതിൻ്റെ അർത്ഥം. താൻ സൃഷ്ടിക്കുന്ന മനുഷ്യനും മഹത്വപ്പെടുക. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവേ അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാനിതാ ഇവർക്ക് നൽകിയിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ 22-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്, 23. അപ്പം പിതാവെ അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാനിതാ ഇവർക്ക് നൽകിയിരിക്കുന്നു. അപ്പം പിതാവ് തൻ്റെ മഹത്വം പുത്രന് കൊടുത്തു, പുത്രൻ ആ മഹത്വം മനുഷ്യവർഗത്തിന് മുഴുവനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദത്തിന് ആ മഹത്വം കൊടുത്തിരുന്നു, ദൈവത്തിൻ്റെ മഹത്വം ആദത്തിന് കൊടുത്തത്. പക്ഷെ ആ മഹത്വമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവർക്കുണ്ടായിരുന്നത്. ദൈവത്തോട് എപ്പോൾ അവർ ചേരാതെ നിന്നോ അകന്നു പോയോ മഹത്വം നഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛാ, സത്യത്തിൽ ദൈവത്തിൻ്റെ തുല്യമായ ആ വിലയും മഹത്വവും ആ ഗ്ലോറിയും എല്ലാം നൽകിയാണ് ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതല്ലേ? തീർച്ചയായിട്ടും. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ അത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ലെറ്റ് us ക്രിയേറ്റ് മാൻ ഇൻ അവർ ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മഹത്വം എന്നൊരർത്ഥം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാളുടെ ഇമേജ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പം ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ ഏറ്റുവാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ആ മഹത്വത്തിന് ഒരു വളർച്ച ഉണ്ടാകുന്നു. കൂടുതൽ ആളുകൾ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുവാങ്ങുന്നതിനനുസരിച്ച് ദൈവമഹത്വം വർദ്ധിക്കുന്നു. അതാണ് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, ദൈവരാജ്യവും അതുപോലെ തന്നെ ഭൂമിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഇന്ന് ഓരോ മനുഷ്യനും അവനെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ മനുഷ്യൻ്റെ ആ കളറ് മൊത്തത്തിൽ മാറുമായിരുന്നില്ല. അതായത് നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം നിത്യനായിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും നിത്യനായിരിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അതാണ് അവന് നിത്യജീവൻ അവിടെ നിന്ന് നൽകുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ആ ജീവൻ്റെ സമൃദ്ധി അത് ഈ ലോകത്തിൽ നമ്മളനുഭവിക്കുന്ന ആരോഗ്യമോ സൗഖ്യമോ ഒന്നും അല്ല, അതുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഈശോ പറയുന്ന ആ ജീവനും അതിൻ്റെ സമൃദ്ധിയും ആത്മാവിലേക്ക് ദൈവം ചൊരിയുന്ന ദൈവിക ജീവനാണത്. ദൈവത്തിൻ്റെ മഹത്വമാണത്. അവിടുത്തെ സ്നേഹത്തിൻ്റെ വലിയ ഒഴുക്കാണത്. അത് നിരന്തരം നമ്മിലേക്ക് പകർന്നുകൊണ്ട് നമ്മളെ കൂടി ദൈവത്തിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുന്നവരാക്കണം. സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന് മാത്രമേ ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ബാക്കിയുള്ളവരെല്ലാം അനുഭവിക്കണം, ഞാൻ അനുഭവിക്കുന്ന സുഖം എല്ലാവരും അനുഭവിക്കണം, എൻ്റെ കൈവശമുള്ളത് എല്ലാവർക്കുമായിട്ട് ഞാൻ പങ്കുവെച്ച് കൊടുക്കണം എന്നുള്ളത് അത് വളരെ മഹത്വമുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. സങ്കുചിത മനസ്സുള്ളവർക്കത് ഒരിക്കലും സാധിക്കില്ല. അപ്പം നരകം എന്ന് പറയുന്നത് സങ്കുചിതത്വമാണ്. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പങ്കുവെക്കുന്ന വിശാലതയാണ്. അപ്പോൾ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും എല്ലാം ദൈവം എല്ലാം തനിക്കുള്ളതെല്ലാം ഒരുപോലെ കൊടുക്കുന്നവരാണെന്ന് പറയാൻ കാരണം അങ്ങനെ കൊടുക്കുക എന്നതിനകത്ത് ദൈവത്വം നമ്മൾ കാണുകയാണ്. അപ്പം ദൈവം കൊടുക്കുന്നിടത്താണ് ദൈവത്വം. അങ്ങനെ ദൈവത്വമുള്ളവരാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വഭാവത്താൽ തന്നെ ദൈവം കൊടുക്കുന്നവനാണ്. കൊടുക്കണമെങ്കിൽ എന്ത് വേണം? സ്വീകരിക്കുവാൻ കഴിവുള്ള പാത്രങ്ങൾ വേണം. അപ്പം ദൈവം സ്വീകരിക്കുവാൻ കഴിവുള്ളവരെ സൃഷ്ടിച്ചുകൊണ്ട് തനിക്കുള്ളത് മുഴുവൻ കൊടുത്ത് തൻ്റെ ദൈവത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അവരിങ്ങനെ സ്വയം വിലോപിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്ന് പലരും വിലോപിക്കുന്നതാണ്. ചില ദുഃഖത്തിൻ്റെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ, പ്രത്യാശ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒക്കെ അല്ലേ
എന്തിനു വേണ്ടി എനിക്കിങ്ങനെ ഒരു ജന്മമുണ്ടായി എന്നൊക്കെ പലരും വിലപിക്കുന്ന കാണാമല്ലോ. അപ്പോൾ അവരൊക്കെ ഈ ഒരു സത്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ അവർക്കതൊരു വലിയ വിടുതലായി മാറുകയില്ല. തീർച്ചയായിട്ടും ദൈവം തരാഞ്ഞിട്ടല്ല, ദൈവം തരുന്നതിനെ സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലോ, എത്രയോ പേര് ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ സ്നേഹം അറിയുകയും ആ ദൈവത്തിന് വിധേയപ്പെടാൻ തയ്യാറാവുകയും ചെയ്തപ്പോഴൊക്കെ അവർക്ക് വീണ്ടും സ്വീകരിക്കാൻ കഴിയുന്നു. അപ്പോൾ അവരുടെ നിരാശ മാറുന്നു. കൃപയുടെ ഒരു ജീവിതം അവർ ആരംഭിക്കുമ്പോൾ അവരുടെ സാമ്പത്തികമായ സ്ഥിതി വരെ മാറ്റം വരുന്നു. കാരണം ദൈവം തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്. അവിടുന്ന് വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്, മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് ദൈവമായിരിക്കാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നീ ആരാണെന്ന് മോശ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഞാനായിരിക്കുന്നവനാണ്, എനിക്കൊന്നും മാറാൻ പറ്റാത്തവനാണ്. അപ്പം ഒരു വാക്ക് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. അതിനും അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോയും ആ കാര്യം തന്നെ പറഞ്ഞത്, ഞാൻ സത്യമാണ്. അതുകൊണ്ട് സത്യമായ എനിക്ക് സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതെന്തോ അത് എൻ്റെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അവൻ അവതരിച്ച വചനമാണ് എന്ന് പറഞ്ഞാൽ, എന്ത് അവനെക്കുറിച്ച് പറഞ്ഞോ അത് അവനിൽ യാഥാർത്ഥ്യമാണ്. എന്ത് അവൻ തന്നെക്കുറിച്ച് പറഞ്ഞോ അത് അവനിൽ യാഥാർത്ഥ്യമാണ്. പറഞ്ഞതും ജീവിച്ചതും എല്ലാം ഒരുപോലെ യാഥാർത്ഥ്യമായിരിക്കണം. അത് അവതരിച്ച വചനം എന്ന് പറയുന്നതിൻ്റെ ആഴം നമുക്ക് കാണാൻ സാധിക്കും. വാക്കെന്താണോ അത് പ്രവൃത്തിയായിത്തീരുന്നു. ഇപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന വാക്ക് അവനിൽ അത് പ്രവൃത്തിയായിട്ട് വരികയാണ്. അവൻ്റെ വാക്ക് പ്രവൃത്തിയായിട്ട് വരികയാണ്. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായി വരിക. അതെ, അങ്ങനെയാണ് എൻ്റെ നാമത്തെ നമ്മൾ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറിയിരിക്കുമെന്ന വാക്ക് വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അത് സംഭവിക്കും, സംശയമില്ല. അതൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് ഓരോരുത്തരും ദുഃഖിതരും നിരാശനുമായി ഇങ്ങനെ വിലപിച്ചും പരിതപിച്ചും കഴിഞ്ഞു വിടേണ്ടി വരുന്നത്. ഇന്ന് ശരിക്കും നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ നോക്കിയാൽ ഏറിയ പങ്ക് ആൾക്കാരും പല വിധത്തിലുള്ള ദുഃഖത്തിലും നിരാശയിലുമൊക്കെ കഴിഞ്ഞു കൂടുന്നവരാണ്. അതിൻ്റെ ഒരു കാരണം അച്ഛൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതാണ്. അവരെക്കുറിച്ചുള്ള ദൈവം എന്തിനു വേണ്ടി അവരെ സൃഷ്ടിച്ചു എന്നുള്ള ആ സത്യം അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ദൈവത്തോളം തന്നെ ആ മഹത്വമുള്ളവരാകേണ്ടവരാണ് എന്ന സത്യമൊക്കെ മനുഷ്യനൊന്ന് ഉൾക്കൊണ്ട് തുടങ്ങിയാൽ എത്രയോ പ്രയോജനപ്രദമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. സത്യത്തിൽ ഇതാണ് സുവിശേഷം. കേൾക്കുമ്പോൾ ഇമ്പകരമായിട്ട് തോന്നുന്ന, ഗുഡ് ന്യൂസായിട്ട് തോന്നുന്നതാണുള്ള സുവിശേഷം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോകത്തോട് പ്രഘോഷിക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം പ്രഘോഷിക്കുകയും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരെല്ലാം ഈ അനുഭവത്തിലേക്ക് കടന്നു വരാനിടയാവും. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ, ദൈവം ദുഃഖിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ദുഃഖിക്കും. ദൈവത്തിൻ്റെ ദുഃഖം എന്ന് പറയുന്ന ഒരു വേദനയാണെന്ന് മാത്രമേ ഉള്ളൂ, നഷ്ടബോധത്തിൽ നിന്നുള്ള ദുഃഖമല്ല. മനുഷ്യൻ്റെ ദുഃഖം എന്ന്